സംഘപരിവാർ ചടങ്ങിൽ ഉദ്ഘാടകരായി വി.സി.മാർ. സേവാഭാരതി പൊതുയോഗത്തിലാണ് ഗവർണർ നിയമിച്ച വി.സി.മാർ ഉദ്ഘാടകരായത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വി.സി. ഡോക്ടർ പി. രവീന്ദ്രൻ, സാങ്കേതിക സർവകലാശാല വി.സി. ഡോക്ടർ കെ. ശിവപ്രസാദ്, ആരോഗ്യ സർവകലാശാല പ്രോ വി.സി. ഡോക്ടർ സി.പി. വിജയൻ എന്നിവരാണ് പങ്കെടുത്തത്. വി.സി.മാർ പങ്കെടുത്ത ചടങ്ങിൽ വിവാദമായ കാവിക്കൊടി ഏന്തിയ വനിതയുടെ ഫോട്ടോയും സ്ഥാപിച്ചിരുന്നു. സംഘപരിവാർ സംഘടനയായ സേവാഭാരതിയുടെ ജില്ലാ സമ്മേളനങ്ങളിലാണ് ഉദ്ഘാടകരായി ഗവർണർ നിയമിച്ച വൈസ് ചാൻസലർമാർ എത്തിയത്. മലപ്പുറം സമ്മേളനം പരപ്പനങ്ങാടിയിൽ കാലിക്കറ്റ് വി.സി. ഡോക്ടർ പി. രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക സർവകലാശാല വി.സി. ഡോക്ടർ കെ. ശിവപ്രസാദ് തിരുവനന്തപുരത്തും ആരോഗ്യ സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ സി.പി. വിജയൻ ആലപ്പുഴയിലും ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനകം തന്നെ വിവാദമായ കാവിക്കൊടിയേന്തിയ വനിതയുടെ ഫോട്ടോയും വി.സി.മാർ പങ്കെടുത്ത ചടങ്ങിന്റെ വേദിയിൽ സ്ഥാപിച്ചിരുന്നു. കാലിക്കറ്റ് വി.സി. സമ്മേളനത്തിനെത്തിയത് സർവകലാശാല ഡ്രൈവർ ഓടിച്ച വൈസ് ചാൻസലറുടെ ഔദ്യോഗിക വാഹനത്തിലായിരുന്നു. തന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിലുള്ള നന്ദി വേദിയിൽ വെച്ച് തന്നെ വൈസ് ചാൻസലർ സംഘാടകരെ അറിയിച്ചു. സംഘപരിവാർ സംഘടനകളെ പുകഴ്ത്തിയായിരുന്നു വി.സി.മാരുടെ പ്രസംഗം. ഏറെ നേരം വേദിയിൽ ചെലവഴിച്ചാണ് 3 പേരും മടങ്ങിയത്. സംഘപരിവാർ വേദികളിൽ യൂണിവേഴ്സിറ്റി വി.സി.മാർ ഉദ്ഘാടകരായി എത്തുക എന്നത് കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. വിവിധ ഘട്ടങ്ങളിൽ ഗവർണറുടെ നോമിനികളായി പദവികളിൽ എത്തിയവരാണ് ഇത്തരത്തിൽ RSS പരിപാടികളിൽ പങ്കെടുത്തിരിക്കുന്നത്. നിലവിലെ പദവി നിലനിർത്തുന്നതിനും പുതിയ പദവികൾ ലഭിക്കുന്നതിനും വേണ്ടി RSSനെയും ഗവർണറെയും പ്രീതിപ്പെടുത്തുന്നതിനായാണ് വി.സി.മാർ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നതെന്ന വിമർശനവും ശക്തമാണ്. കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനാ നേതാവായിരുന്ന കാലിക്കറ്റ് വി.സി. ഡോക്ടർ പി. രവീന്ദ്രൻ സ്വീകരിക്കുന്ന സംഘപരിവാർ അനുകൂല നിലപാടുകൾക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ ഒന്നും പ്രതികരിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. പി. വി. കുട്ടൻ, കോഴിക്കോട്.